ഹായ് ഓൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പക്ഷെ നമ്മുടെ സമ്മറിന് നല്ല യോജിച്ചൊരു ഡിസൈനർ പെർഫ്യൂമിനെ കുറിച്ചാണ്. ഹ്യൂഗോ മാൻ എന്ന ഈ ഒരു പെർഫ്യൂമാണ് ഇന്നത്തെ താരം. സോ ലെറ്റ് us get to the review. Welcome to Sufi Fragrance. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. അപ്പോൾ ഹ്യൂഗോ മാൻ എന്ന ഈ ഒരു പെർഫ്യൂം നമ്മളിൽ പലർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരാൻ ചാൻസ് ഉള്ള പെർഫ്യൂമാണ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വെർഷൻ ഇറങ്ങുന്നത് 1995 ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് വെർഷൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം 2021 ആ ഒരു പഴയ DNA തിരികൂടൊന്ന് മോഡേണൈസ് ആക്കിയിട്ട് ഇറക്കിയ ഒരു പെർഫ്യൂമാണ് ഹ്യൂഗോ മാൻ. ഇത് 2021 വെർഷൻ. അപ്പോൾ പഴയ പെർഫ്യൂമിൻ്റെ പേര് വെറും ഹ്യൂഗോ എന്നായിരുന്നു. ഒരു EDT കോൺസെൻട്രേഷനാണ് രണ്ട് പെർഫ്യൂമും വരുന്നത്. ചിലപ്പോൾ നാട്ടിലെ മെയിൻ ഗൾഫുകാരൊക്കെ വന്നിരുന്നപ്പോൾ നിങ്ങൾ മണത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സെൻ്റാണ് ഇതിൻ്റെ. ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്മെല്ലുകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ വരുന്ന ഒരു ഫ്ലാസ്ക് ഷേപ്പിലാണ്. ഫ്രണ്ടിൽ നമുക്ക് ഹ്യൂഗോ എന്ന റെഡ് ലെറ്റേഴ്സിൽ വലുതായിട്ട് എഴുതി കാണാൻ പറ്റും. ഇതിൻ്റെ ക്യാപ്പ് ഒരു സ്ക്രൂ ക്യാപ്പാണ്. ഇങ്ങനെ തിരിച്ചിട്ട് വേണം ഊരാൻ. അറ്റോമൈസർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിലായിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നൈസ് പ്രസൻറ്റേഷനാണ്. ഇതൊരു ഗിഫ്റ്റ് സെറ്റ് ആയിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു 150 ml ഡിയോഡറൻറ്റും കൂടെ വരുന്നുണ്ട്. ഏകദേശം ഒരു വർഷത്തിന് മേലായി. 2023 ഞാൻ ഈ ഒരു പെർഫ്യൂം മേടിച്ചത്. ഇതിന് ഈ ഒരു 75 ml പെർഫ്യൂം പ്ലസ് ഈ ഒരു 150 ml ഡിയോ കൂടെ 4350 രൂപയാണ് MRP. ഞാൻ ഏകദേശം എനിക്ക് 4000 രൂപ അവർ 3700 രൂപ അങ്ങനെ എന്താണ് പേ ചെയ്തത്. ഒരു 500 എങ്ങാണ്ട് ഓഫ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇനി ഈ ഒരു പെർഫ്യൂമിൻ്റെ സെൻറ്റ് പ്രൊഫൈലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രഷ് ഫ്രൂട്ടി ഗ്രീൻ അരോമാറ്റിക് വുഡി സെൻ്റാണ്. നമ്മളിത് സ്പ്രേ ചെയ്ത ഉടനെ കിട്ടുന്ന ആ ഒരു റിഫ്രഷിങ് ഫീൽ അത് അപാരമാണ്. കാരണം ഫസ്റ്റ് സ്പ്രേയിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്രൂട്ടി ബട്ട് ആ ഒരു റിഫ്രഷിങ് നമുക്കൊരു എനർജി തരുന്ന ഒരു അപ്ലിഫ്റ്റിംഗ് ഫീൽ തരുന്ന ഒരു സെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു പെർഫ്യൂമിന് കിട്ടുക. ഒരു സ്പോട്ടി സെൻ്റ് നമുക്ക് യഥാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം, നമുക്കൊരു മൂഡിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് പെർഫ്യൂമാണിത്. പിന്നെ നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ തുളസിയുടെ ചെറുതായിട്ടുള്ള ഒരു ഗ്രീൻ ടച്ച് കൊടുക്കുന്ന സെൻ്റാണ്. പഴയ ഹ്യൂഗോയിൽ മിൻറ്റ്, പിന്നെ ഈ ഒരു ബേസിലിൻ്റെയൊക്കെ നോട്ട്, പിന്നെ കുറച്ച് ലെമൺ സിട്രസ് കാര്യങ്ങളൊക്കെ ടോപ്പ് നോട്ട്സിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അത്ര തന്നെ ആ ഒരു മിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ബേസിലിൻ്റെ ചെറിയ ടച്ചൊക്കെ മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത്തിരി സമയം കഴിയുമ്പോൾ നമുക്ക് നിന്നൊരു ബാൽസമിക് ഫീൽ കിട്ടും. ബാൽസമിക് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ബെൻസോയിൻ എന്ന റെസിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിനൊരു സോഫ്റ്റ് വാം ഒരു റെസിനസ് ഫീൽ തരുന്നൊരു സെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കണ്ടിട്ട് എന്താണോ ഒരു സെൻറ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു തരത്തിലുള്ള സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് പക്ക ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പാടാണ്. എന്നിരുന്നാലും ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള വാം ഒരു റെസിനസ്, പിന്നെ ചെറുതായിട്ടൊരു ടച്ച് ഓഫ് സ്വീറ്റ്നെസ് ഒക്കെ ഉള്ള ഒരു സെൻറ്റ്, അതാണ് നമുക്ക് കിട്ടുക. അത് നിങ്ങൾ അടുത്ത് വെച്ച് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയാൽ മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റൂ. പക്ഷേ നിങ്ങളുടെ ചുറ്റിലുള്ള എയറിൽ അപ്പോഴും ആ ഒരു ഫ്രഷ് ഫ്രൂട്ടി ഒരു ഗ്രീൻ ഫീൽ കൊടുക്കുന്ന സെൻ്റാണ് കൂടുതൽ സമയം ഉണ്ടാവുക. പിന്നെ ഇതിൽ അരോമാറ്റിക് നോട്ട്സ് ആയിട്ടുള്ള ലാവൻഡറിൻ്റെയും സേജിൻ്റെയൊക്കെ സ്മെല്ലുണ്ട്. അത് ഭയങ്കര സ്ട്രോങ് അല്ല, ഇതിലൂടെ ഒരു ഹെർബൽ സൈഡിലേക്കാണ് നിൽക്കുന്നത്. നമ്മൾ ലാവൻഡർ എന്ന് പറയുമ്പോൾ പല യാർഡ്ലി പെർഫ്യൂംസിലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഈ ഒരു ലാവൻഡർ നോട്ട് നമ്മൾ കാണാൻ പറ്റും. അതായത് യാർഡ്ലിയുടെ ജെന്റിൽമാൻ അർപ്പൈൻ എന്നൊരു പെർഫ്യൂമൊക്കെ ഉണ്ട്, ഒരു പച്ച ബോട്ടിലൊക്കെ വരുന്നത്. പക്ഷെ അതിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലാവൻഡർ നോട്ടാണ്. അതുപോലുള്ളൊരു ലാവൻഡറിൻ്റെ ഫീലൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ജാക്കോസ് ബൊഗാർഡ്, നമ്മുടെ വൺ മാൻ ഷോ ഇറക്കുന്ന ബ്രാൻഡ്, അവരുടെ ബൊഗാർഡ് പോറോം എന്ന പെർഫ്യൂം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലാവൻഡറാണ് അതിൽ ടോപ്പിൽ നമുക്ക് കിട്ടുക. അതിൻ്റെ ഫീലും അത്ര തന്നെ ഫീലൊന്നും ഈ ഒരു പെർഫ്യൂമിൽ ഇത് കൊടുക്കുന്നില്ല. തിരൂടെ ഒന്നൊരു ഹെർബൽ സൈഡിലോട്ടാണ് ഇതിൻ്റെ സെൻറ്റ് നിൽക്കുന്നത്. പിന്നെ ബേസിലോട്ട് ഫിർ ബാൽസം, വുഡി അക്കോർഡ്സ്, പൈൻ ഒക്കെയാണ് ഇതിലെ നോട്ട്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിർ ബാൽസം എന്ന നോട്ടായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാൽസമിക് ഫീൽ ഈ ഒരു സെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു സെൻറ്റ് നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കുട്ടിക്കാലവും നമ്മൾ പൊടിയിലൂടെ ഓടി നടന്നു ഒക്കെ ഓർമ്മ വരാം. അതേപോലെ അലക്സാണ്ടർ പുഷ്കിൻ്റെ ഒരു ശിശിരത്തിലെ ഓക്കുമരം എന്നൊരു കവിത മലയാളത്തിൽ എവിടെയോ പഠിച്ചായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് അന്ന് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഓക്ക് ട്രീ, ഒരു കാടിൻ്റെ നടുവിൽ നിൽക്കുന്ന ഓക്ക് മരത്തിൻ്റെ ചുറ്റും അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കും പോലെ ആ ഒരു ഫീൽ ആ ഒരു കവിതയ്ക്ക് തരാൻ പറ്റിയിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഒരു സെൻറ്റ് എനിക്ക് തരുന്ന ഫീൽ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു പ്രഭാതത്തിൽ നമ്മൾ
രണ്ട് സൈഡിലും പൈൻ മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു റൂട്ടിലൂടെ നടന്നു പോവാണ്. എയറൊക്കെ നല്ല തണുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും നല്ല തണുപ്പുള്ള ആ ഒരു റിഫ്രഷിങ് ഫീലുള്ള എയർ നമ്മുടെ മൂക്കിലൂടെ അങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതിൽ നമ്മുടെ പൈൻ മരങ്ങളുടെയൊക്കെ സ്മെല്ലുണ്ട്, ആ ഒരു ചില്ലകളുടെയും പിന്നെ ഇലകളുടെയൊക്കെ സ്മെല്ലുണ്ട്, ഈ എയറിൻ്റെ ആ ഒരു തണുത്ത ഫീലുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു ഫീലാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം തരുന്നത്. ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ഫീല് തരുന്ന തരത്തിലുള്ള പെർഫ്യൂമാണ്. യങ് ആയിട്ടുള്ള ആൾക്കാർക്കും മെച്ചുവറായിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ ഈ ഒരു സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണത്. ഈ ഒരു ടൈപ്പ് സെൻറ്റ് പ്രൊഫൈൽ നോക്കി ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു എക്സ്പെൻസീവ് പെർഫ്യൂമായിരുന്നു അഡിഡാസിൻ്റെ പ്യുർ ഗെയിം. അത് അന്ന് എനിക്ക് എക്സ്പെൻസീവ് ആയിരുന്നു. 900 രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ഉള്ളപ്പോൾ വാങ്ങിച്ചത്. അന്ന് കൂടെ ഒരു ഡിയോ പിന്നെ ഒരു 100 ml EDT കൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ ആ ഒരു സെക്കൻഡ് ഇയർ മുഴുവൻ ആ പെർഫ്യൂമാണ് ഉപയോഗിച്ചത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതൊരു ഫ്രഷ് പെർഫ്യൂമാണ്, ഒരു EDT കൂടെയാണ്. എന്നിരുന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉള്ള സമയത്തൊക്കെ പുറത്തു പോയി വരുമ്പോഴും സ്കിന്നിലൊരു 4 to 5 hours എന്തായാലും ഈ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 6+ hours എന്തായാലും ഡ്രസ്സിലും കാണും. പിന്നെ ആദ്യത്തെ ഒരു 1.5 to 2 hours വരെയാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത്. ഫസ്റ്റ് അവറിൽ അത്യാവശ്യം ലൗഡായിട്ട് തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ആം ലെങ്ത്തിൻ്റെ അടുത്തൊക്കെ. പിന്നെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഇൻഡോർസ് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു 2 hour കഴിഞ്ഞാലും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ചുറ്റിലും ഈ ഒരു സെൻറ്റ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആ ഒരു സ്മെല്ല് എന്തായാലും നോട്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്മെല്ല് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. AC ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഇൻഡോർസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലോഞ്ചിവിറ്റിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട. ആ ഒരു ഫുൾ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് നിന്നോളൂ. ഭയങ്കര ചൂട് നിങ്ങൾ ഇറങ്ങിപ്പോയാലും ഒരു 4 to 5 hours എന്തായാലും ഇത് ലാസ്റ്റ് ചെയ്തോളൂ. പിന്നെ ആദ്യത്തെ ഒരു 1.5 hours വരെ പ്രൊജക്ഷനും നിങ്ങൾക്ക് ഇതൊന്ന് കിട്ടും. അപ്പോൾ തെറ്റില്ലാത്തൊരു പെർഫോമൻസ് ആണ് ഇതൊന്ന് തരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു DNA, ഒരു റിഫ്രഷിങ് ഫീല് തരുന്ന ഒരു സെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും മനസ്സ് മടുപ്പിക്കാത്ത, നമ്മുടെ ചുറ്റിലുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ളൊരു സെൻ്റാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓഫീസിലേക്കോ പിന്നെ എവിടെ പോകുമ്പോഴും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഏകദേശം ഒരു 4500 റേഞ്ചിൽ ഇതിൻ്റെ 125 ml ഷോപ്പൊന്നോ അല്ലെങ്കിൽ നൈക്കെന്നോ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും, ഓഫ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊരു ടൈംലെസ് ക്ലാസിക് DNA ഉള്ള സെൻ്റാണ്. എന്തെന്നാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.